ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് കുറവലങ്ങാട് ഡിവിഷന്റെ ഭാഗമായ കുറവലങ്ങാട്, മാഞ്ഞൂർ, മരങ്ങാട്ടുപള്ളി, കാണക്കാരി, കടപ്ലാമറ്റം പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹദീപം പദ്ധതിയിലൂടെ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് 65 വീടുകളുടെ നിർമ്മാണമാണ് ഏറ്റെടുത്തത്. കൂടാതെ സ്നേഹദീപം മോഡലിലുള്ള 10 വീടുകൾ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കിഴവംകുളം നിവാസിയായ മനുഷ്യസ്നേഹി നൽകിയ 2 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കലിന്റെ ഓണറേറിയവും കൊടുവനാൽ പഞ്ചായത്തിലെ 300 സുമനസുകൾ മാസം 1000 രൂപ വീതം 1 വർഷത്തേക്ക് നൽകിയ തുകയും ഉപയോഗിച്ചാണ് സ്നേഹദീപത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സ്നേഹദീപത്തിൽ കണ്ണികളായ 1300-ൽ പരം സുമനസുകളിൽ നിന്നായി 2.25 കോടി രൂപ സമാഹരിക്കുവാൻ സാധിച്ചു. കൂടാതെ ഭൂരഹിതർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനായി വിവിധ സുമനസുകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലായി 1.5 ഏക്കർ സ്ഥലവും സൗജന്യമായി ഈ പദ്ധതിക്കായി ലഭിച്ചു. 550 ചതുരശ്രയടി വിസ്താരമുള്ള വീട് 4 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. വീടിന്റെ തറ ഒഴികെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് 4 ലക്ഷം രൂപ ഉപയോഗിച്ച് സ്നേഹദീപം സൊസൈറ്റി മുഖേന നടത്തുന്നത്. ഓരോ വീട് നിർമ്മാണത്തിനുമായി രൂപീകരിക്കുന്ന സബ് കമ്മിറ്റികളുടെ മേൽനോട്ടത്തിലാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുറവിലങ്ങാട് ഡിവിഷന്റെ പരിധിയിലുള്ള കുറവിലങ്ങാട്, മാഞ്ഞൂർ, മരങ്ങാട്ടുപള്ളി, കാണക്കാരി, കടപ്ലാമറ്റം പഞ്ചായത്തുകളിൽ സ്നേഹദീപം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള വാട്സ്ആപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയിലേക്ക് 5 പഞ്ചായത്തുകളിലുമുള്ള ഉദ്യോഗസ്ഥർ, പെൻഷനേഴ്സ്, ബിസിനസ്സുകാർ, വിദേശത്ത് ജോലിയുള്ളവർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബങ്ങളെയും ഈ പദ്ധതിയിൽ കണ്ണിയാകാൻ സന്മനസ്സുള്ള അഭ്യുദയകാംക്ഷികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭവനരഹിതരായ മാരകരോഗമുള്ളവർ, വിധവകൾ, പെൺമക്കൾ മാത്രമുള്ള കുടുംബം, ഒരു വീട്ടിൽ 1-ൽ കൂടുതൽ ആളുകൾക്ക് കൂലിവേലയിലൂടെ പോലുമുള്ള വരുമാനമില്ലാത്ത കുടുംബം, ഭവനരഹിതരായ ഏറ്റവും അർഹതപ്പെട്ടവർ എന്നിവർക്കാണ് സ്നേഹദീപത്തിലൂടെ വീടുകൾ നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം ലഭിച്ച ഓണറേറിയത്തിന്റെ ഭൂരിഭാഗവും കഴിഞ്ഞ ടൈമിൽ കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലുള്ള വിവിധ പഞ്ചായത്തുകളിലെ സ്നേഹദീപം സൊസൈറ്റികൾക്കാണ് നൽകിയത്. ഈ ടൈമിലെ ഓണറേറിയം കുറവിലങ്ങാട് ഡിവിഷന്റെ പരിധിയിൽ രൂപം കൊള്ളുന്ന വിവിധ സ്നേഹദീപം സൊസൈറ്റികൾക്ക് നൽകുന്നതാണെന്ന് ജോസ്മോൻ മുണ്ടയ്ക്കൽ കുറവിലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷനിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു സ്നേഹദീപം ഭവന പദ്ധതി. അത് കിടങ്ങൂർ ഡിവിഷന്റെ പരിധിയിലായിട്ട് 75 വീടുകളുടെ നിർമ്മാണമാണ് കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് ഏറ്റെടുത്തത്. ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ കുറവിലങ്ങാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറവിലങ്ങാട് പഞ്ചായത്ത് തല വാട്സപ്പ് കൂട്ടായ്മ, കണക്കാരി പഞ്ചായത്ത് തലത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മ, മാഞ്ഞൂരും കടപ്ലാമറ്റവും മരങ്ങാട്ടുപള്ളിയും 5 പഞ്ചായത്ത് തലങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ ആരംഭിച്ചു കഴിഞ്ഞു. വാട്സപ്പ് കൂട്ടായ്മകളെല്ലാം കൂടി ആയിട്ട് ഏതാണ്ട് 1300-ഓളം ആളുകൾ നിലവിൽ ഈ 5 പഞ്ചായത്തുകളായിട്ട് വാട്സപ്പ് കൂട്ടായ്മകളിൽ അംഗങ്ങളായിട്ടുണ്ട്. സ്നേഹദീപം ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ കാണക്കാരി പഞ്ചായത്ത് തല യോഗം ഓഗസ്റ്റ് 15 രാവിലെ 10 കാണക്കാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും, കുറവിലങ്ങാട് പഞ്ചായത്ത് തല യോഗം വൈകുന്നേരം 3 കുറവിലങ്ങാട് പാറ്റാനി ജംഗ്ഷന് സമീപമുള്ള എക്സിക്യൂട്ടീവ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലും, മാഞ്ഞൂർ പഞ്ചായത്ത് തല യോഗം 18 ചൊവ്വാഴ്ച വൈകുന്നേരം 4 കോതനല്ലൂർ എമ്മാനുവൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലും ചേരുന്നതാണ്. കടപ്ലാമറ്റം, മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുകളിലും ഒരാഴ്ചക്കുള്ളിൽ യോഗങ്ങൾ നടത്തുന്നതാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.